بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن ابن عباس رضي الله عنهما أن النبي صلى الله عليه وسلم قال: ما من أيام العمل الصالح فيها أحب إلى الله من هذه الأيام، يعني الأيام العشر. قالوا: يا رسول الله ولا الجهاد في سبيل الله؟ قال: ولا الجهاد في سبيل الله إلا رجل خرج بنفسه وماله فلم يرجع من ذلك بشيء. മുസ്തഫ പറഞ്ഞു, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസങ്ങളിലെ സൽക്കർമ്മവുമില്ല. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദും ഇല്ലേ? മുസ്തഫ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ഒരു ജിഹാദും ഇല്ല. എന്നാൽ ഒരാൾ തൻ്റെ ജീവനും ധനവുമായി പുറപ്പെട്ടിട്ട്, അതായത് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിട്ട് പിന്നീട് അവിടെ നിന്ന് മടങ്ങി വരാതിരിക്കുക, അതായത് അത് ഷഹീദായി തീരുക, അതല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട മഹത്തായ കർമ്മങ്ങളും ഇല്ല എന്നാണ് സത്യം പറയുന്നത്. അതായത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഇത്രയധികം പ്രാധാന്യം വരാനുള്ള കാരണത്തെക്കുറിച്ച് ഫത്ഹുൽ ബാരിയുടെ കർത്താവായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം സമൂഹത്തിൽ എല്ലാ പ്രധാനപ്പെട്ട ആരാധനാകർമ്മങ്ങളും ഇബാദത്ത് കർമ്മങ്ങൾ സംഗമിക്കുന്ന ദിവസങ്ങളാണ് ഈ ദുൽഹജ്ജിലെ 10 ദിവസങ്ങൾ. അതായത് നിസ്കാരം, നോമ്പ്, സദക്ക, ദാനധർമ്മങ്ങൾ, ഹജ്ജ്, ഉംറ, ഇതെല്ലാം. മറ്റു മാസങ്ങളിൽ ഇതെല്ലാം ഒരുമിച്ച് വരുന്നില്ലല്ലോ. ഹജ്ജും ഉംറയും നടക്കുന്ന ദിവസങ്ങൾ, അതുപോലെ അറഫ നോമ്പ് മാത്രമല്ല, ദുൽഹജ്ജ് 1 മുതൽ ഒരാളുടെ കഴിവനുസരിച്ച് അയാൾക്ക് നോമ്പ് നിർവഹിക്കാവുന്നതാണ്, ഹാജിമാരല്ലാത്തവർക്കൊക്കെ. അപ്പോൾ അറഫ ദിനത്തിന് നോമ്പിനെക്കുറിച്ച് സഹോദരൻ പറഞ്ഞത്: സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലത്തി ഖബ്ലഹു വല്ലത്തി ബഅദ. അറഫ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞു പോയതും അതിനുശേഷമുള്ളതുമായ വർഷങ്ങളിലെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്നാണ് ആ നോമ്പിൻ്റെ ഫലമായിട്ട്. അബൂ ദാവൂദ് ഹഫ്സ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ്. മറ്റൊന്ന്, വിശ്വാസികൾ ഇപ്പോൾ കഴിയുന്ന അത്ര നോമ്പുകൾ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, വിശ്വാസികൾ ചെയ്യേണ്ടത് ദിക്ർ, തക്ബീർ തുടങ്ങിയവയൊക്കെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ പറയുന്നുണ്ട്: വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. നിർണിതമായ ആ ദിവസങ്ങളിൽ അവർ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങളെ ഹിദായത്തിലാക്കിയതിൻ്റെ പേരിൽ, സന്മാർഗ്ഗത്തിലാക്കിയതിൻ്റെ പേരിൽ അള്ളാഹുവിന് തക്ബീർ ചൊല്ലുവാൻ വേണ്ടിയാണ് ഇതൊക്കെ നിശ്ചയിക്കപ്പെട്ടുള്ളതെന്നർത്ഥം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ അബൂ ഹുറൈറ ഇവരൊക്കെ അങ്ങാടിയിൽ ചെന്ന് ഈ ദുൽഹജ്ജ് 1 മുതലുള്ള ദിവസങ്ങളിൽ 10 ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലുമായിരുന്നു. അവരുടെ തക്ബീർ ജനങ്ങൾ ഏറ്റു ചൊല്ലുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മിനായിലെ കുബ്ബയിൽ കയറിയിട്ട് തക്ബീർ ചൊല്ലുകയും പള്ളിയിലുള്ളവരും അങ്ങാടിയിലുള്ളവരുമൊക്കെ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുകയും ചെയ്യുമായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഉദഹിയ്യത്ത്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. അത് നിർബന്ധമാണോ അതല്ല പ്രധാനപ്പെട്ട സുന്നത്താണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണത്തിൽ സുന്ന മുഅക്കദയാണ്, അതായത് പ്രധാനപ്പെട്ട നബിചര്യയിൽപ്പെട്ടതാണ്, സുന്നത്തിൽപ്പെട്ടതാണ്.
പ്രധാന മദ്ഹബുകളായ ഷാഫി, മാലിക്, അഹ്മദ് ഇവരുടെയൊക്കെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ്. അതേസമയം ഇമാം അബൂ ഹനീഫയുടെയും മറ്റു ചില പണ്ഡിതന്മാരുടെയും വീക്ഷണത്തിൽ അത് വാജിബാണ്, അത് നിർബന്ധമാണ്. ആധുനിക കാലത്തെ പണ്ഡിതന്മാരൊക്കെ അവരുടെയൊക്കെ പൊതുവായ അഭിപ്രായവും അത് സുന്ന മുഅക്കദ ആണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്തിൽപ്പെട്ടാണെന്നുള്ളതാണ് കഴിവുള്ളവർക്ക്. അപ്പോൾ എങ്ങനെയായിരുന്നാലും ജനങ്ങൾക്കത് ഒരു ഭക്ഷണമായിട്ടാണ് അതിൻ്റെ ഫലം അനുഭവപ്പെടുന്നത്. ഖുർആൻ ആ കാര്യം പറയുന്നുമുണ്ട്. ഫൈദാ വജബത്ത് ജുനൂബുഹ ഫകുലു മിൻഹ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ. ബലിമൃഗം അറുത്തതിന് ശേഷം അത് വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പാവങ്ങളെയും അതുപോലെ അത് ആഗ്രഹിച്ച് വരുന്നവർക്കൊക്കെ നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി നൽകുക എന്ന് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഈ ദുൽഹജ്ജ് 10 ദിവസങ്ങളിലെ കർമ്മങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ് ഈ ദുൽഹജ്ജ് 10. അപ്പോൾ അതിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വളരെ മഹത്തായ പ്രതിഫലം അള്ളാഹു തആല നൽകുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത്ര ആ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.